എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു മനഃശാസ്ത്ര കോൺസെപ്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് മൈൻഡ് ബോഡി ഡ്യുവലിസം എന്നാണ്. മനസ്സും ശരീരവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത്. ഞാൻ മനസ്സെന്ന് പറയുമ്പോൾ അത് എവിടെയെങ്കിലും ഇരിക്കുന്ന, ശരീരത്തിലിരിക്കുന്ന ഒരു സ്ട്രക്ചറാണെന്ന് നിങ്ങളാരും വിചാരിക്കരുത്. അത് വാസ്തവത്തിൽ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് യുവർ ബ്രെയിൻ. മനസ്സെന്ന് പറയുന്നത് നിങ്ങളുടെ തലച്ചോറിൻ്റെ ഒരു ഫങ്ഷണൽ സ്റ്റേറ്റ് മാത്രമാണ്. അല്ലാതെ നമ്മുടെ ശരീരത്തിൽ മൈൻഡ് എന്ന് പറയുന്ന ഒരു പാർട്ടില്ല. എങ്കിലും നമ്മൾക്ക് ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ബ്രെയിനിൻ്റെ ഈ ഫങ്ഷൻസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവർ തമ്മിലുള്ള, അതായത് നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും തമ്മിലുള്ള ഒരു അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധത്തിനെയാണ് നമ്മൾ മൈൻഡ് ബോഡി ഡ്യുവലിസം എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ശാരീരികമായിട്ടുള്ള നീഡ്സുകൾ, നമ്മുടെ വിശപ്പ്, തേഴ്സ്റ്റ്, സ്ലീപ്പ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. പക്ഷേ മനസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ പലതരത്തിലുള്ള ഇമോഷൻസ്, ഫീലിങ്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ബന്ധപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ഹ്യൂമൻ ബീയിങ് ആകത്തില്ല. നമ്മുടെ ശരീരം എന്ന് പറയുന്നതിന് 9 ബോഡി ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. ഈ 9 ബോഡി ഓർഗൻ സിസ്റ്റത്തിനെയും ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രെയിനിന് അതിൻ്റേതായ ഒരു പ്രത്യേക തരത്തിൽ ഇമോഷൻസും ഫീലിങ്സും ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഈ 9 ബോഡി ഓർഗൻ സിസ്റ്റംസും, മസ്കുലർ സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, ഇങ്ങനെയുള്ള മസ്കുലർ സിസ്റ്റം, ഇങ്ങനെയുള്ള പല സിസ്റ്റത്തിനെയും മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത് ബ്രെയിനിലെ പല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസാണ്. നമ്മൾ ഇമോഷണൽ ആകുമ്പോൾ, നമുക്ക് ദുഃഖം വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ, പക ഉണ്ടാകുമ്പോൾ, ആൻസൈറ്റി ഉണ്ടാകുമ്പോഴൊക്കെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഒരുപാട് ഇൻറ്റേർണൽ ചേഞ്ചസ് വരും, ഒരുപാട് എക്സ്റ്റേണൽ ചേഞ്ചസ് വരും. ഇൻറ്റേർണൽ ചേഞ്ചസ്, നമുക്ക് ഒരു പാമ്പിനെ നമ്മൾ കാണുന്നു. തിയറി ഓഫ് ഇമോഷൻ പറയുന്നത് പാമ്പിനെ കാണുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടാണ്, നമ്മുടെ ശരീരത്തിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ചില ഹോർമോൺസിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ പാമ്പിനെ കാണുമ്പോൾ ഓടാൻ ശ്രമിക്കുന്നത്. ഭയം ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ ഓടുന്നു. അപ്പോൾ ഈ ഭയം ഉണ്ടാകിയാൽ മാത്രമേ നമ്മുടെ ബോഡി ചലിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഭയവും ഓട്ടവും എല്ലാം കൂടി സൈമിൾട്ടേനിയസ് ആയിട്ട് വരണമെങ്കിൽ ഈ മൈൻഡും ബോഡിയും ഒരേപോലെ തന്നെ പ്രവർത്തന നിരതമാകണം. നമ്മുടെ മൈൻഡ് ബോഡി ഡ്യുവലിസം കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പരീക്ഷാ സമയം നമുക്ക് ആൻസൈറ്റി വരും. നമ്മൾ പല പ്രാവശ്യം, എനിക്കറിയാവുന്ന ചില കുട്ടികൾ ഈ ടോയ്ലറ്റിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. മൺഡേ സിക്നസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം തന്നെയുണ്ട്. തിങ്കളാഴ്ച രാവിലെ ആകുമ്പോൾ കുട്ടികൾക്ക് പനി വരുന്നു, ഛർദിൽ വരുന്നു, അവർക്ക് ക്ഷീണം വരുന്നു, തലവേദന വരുന്നു. വീട്ടിൽ ഒരുപാട് ഗസ്റ്റുകൾ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഈ മൈഗ്രെയിൻ, തലവേദന ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം. ഇങ്ങനെ എൻ്റെ കീഴിൽ റിസർച്ച് ചെയ്തിട്ടുള്ള ചില പഠനങ്ങൾ കാണിക്കുന്നത് ഒരുപാട് തരത്തിലുള്ള നടുവേദന, തലവേദന, അതുപോലെ ഈവൻ തുമ്മൽ, ചൊറിച്ചിലുകൾ, ഇങ്ങനെയുള്ള പല, നമ്മൾ പറയുന്നത് സൈക്കോസൊമാറ്റിക് ഇൽനെസ്സസ്, ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഇമോഷൻസ് കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളാണെന്നാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ക്ഷീണം വരുമ്പോൾ, ശരീരത്തിനൊരു രോഗം വരുമ്പോൾ നമ്മുടെ മനസ്സ് തളർന്നു പോകുന്നു. നമ്മൾ മാനസികമായിട്ട് ദുഃഖിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ക്യാൻസർ ആണ് എന്നൊരു ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വളരെ ഡിപ്രസ്ഡ് ആവുന്നു. അതേപോലെ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരം അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ തളർന്നു പോകുന്നു. ഇതിനെയാണ് മൈൻഡ് ബോഡി ഡ്യുവലിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2 ആസ്പെക്ട്സും ശരീരം സംരക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മൾ മനസ്സിൻ്റെ ആരോഗ്യത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരം ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമാണ്. കൃത്യസമയത്തുള്ള ഉറക്കം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. റെഗുലറായിട്ട് എല്ലാ ദിവസവും എന്നോണം നമ്മൾ ചെയ്യേണ്ട ചെറിയ തോതിലാണെങ്കിലും എക്സർസൈസുകൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമാണ്.
ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ മാനസികമായ ആരോഗ്യത്തിന് നമ്മൾ കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യണം. സന്തോഷം, സമാധാനം, റെസ്റ്റ്, വിനോദങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന സംരക്ഷണം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനും കൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഈ ശരീരവും മനസ്സും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം കൂട്ടിയിണക്കി നമ്മൾക്ക് ഒരു നല്ല വ്യക്തിയായി, അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ആരോഗ്യമല്ലെന്ന് നമുക്കറിയാം. ശാരീരികാരോഗ്യം, മാനസികാരോഗ്യം, സാമൂഹ്യാരോഗ്യം, ഈവൻ ആധ്യാത്മികമായിട്ടുള്ള ആരോഗ്യം പോലും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ ശരിയായിട്ടുള്ള ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നത്. അതുകൊണ്ട് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആ കൂട്ടിയിണക്കൽ പ്രക്രിയ ഒന്ന് ഓർത്തു വയ്ക്കുക. വീണ്ടും കാണാം.